ശ്രീ സി വി വർഗീസ് അദ്ദേഹം വലിയ ആത്മവിശ്വാസമാണ് ചർച്ചയുടെ തുടക്കത്തിൽ പ്രകടിപ്പിച്ചത്. മാത്രമല്ല ഡീൻ കുര്യാക്കോസ് ഒരു ദേവദൂതനാണ്, വികസന നായകനാണ്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു വസ്തുത എന്താണ്? 4,44,00,000 പെൻഡിങ് ആണ് എന്ന് പറയുന്നത് MP ഫണ്ടിൽ. അതിന് ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ടൊരു വിശദീകരണം, മാർച്ചോടുകൂടി അത് കുറേയൊക്കെ പരിഹരിച്ചു പോകും, കുറേ കൂടി പെൻഡിങ് തീർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇടതുമുന്നണി ഡീനിനെയും ജോയ്സിനെയും തമ്മിൽ വോട്ടർമാർ വിലയിരുത്തണമോ? അങ്ങനെ വിലയിരുത്തിയാൽ നിങ്ങളുടെ പക്ഷത്തേക്ക് ഇടുക്കി ഇത്തവണ വരും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ബഹുമാനമുള്ള ആളാണ് ശ്രീമാൻ ഇ. അഗസ്തി. ഇന്നിപ്പോൾ പോയോ? അത് തീർച്ചയായും പോയി. പിന്നെ അഗസ്തി അതിൻ്റെ സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ വണ്ടിപ്പെരിയാർ ഒരു പാലമുണ്ട്, ജോയിസ് ജോർജ് കൊണ്ടുവന്ന ഇവരെല്ലാം സാക്ഷിയാണ്. രണ്ട് ഇത് രേഖയാണ്, വിവരാവകാശ രേഖയാണ്. ജോയിസ് ജോർജിൻ്റെ കാലത്ത് 4 പാലങ്ങൾ, കല്ലാർ പാലം എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, സമയത്തിനുണ്ട്. 4 പാലം 19 കോടി രൂപ. ജോയിസ് ജോർജ് വന്നതിന് ശേഷമാണ് CRF ഫണ്ട് എന്ന് പറയുന്നൊരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടെന്ന് അറിഞ്ഞത്. കോൺഗ്രസിൻ്റെ 42 വർഷക്കാലത്തിൽ 15 വർഷം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കോൺഗ്രസ് MP ഭരിച്ച ഒരു മണ്ഡലമാണിത്. CRF ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടെന്നും അത് മേടിച്ചാൽ റോഡുണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി 17 റോഡ് ഈ ജില്ലയിൽ സ്ഥാപിച്ച MP ആണ് ജോയിസ് ജോർജ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ലേ, ഇവിടെ ശബരിമല കൊടയക്കന റോഡ് 8കാരി മമ്മൂഞ്ഞാവരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അടുത്ത കാര്യം 17 ESI ആശുപത്രി ജോയിസ് ജോർജിൻ്റെ കാലത്ത് കൊണ്ടുവന്നു. ഡീൻ ഒന്നും ചെയ്തില്ലെന്നില്ല, ഒരാശുപത്രി കൊണ്ടുവന്നു. അടുത്തത് ഇതെല്ലാം രേഖയാണ്, ഹൈവേ 17 എണ്ണം ജോയിസ് ജോർജ്, അതിന് 4,500 കോടി രൂപ ജോയിസ് ജോർജിന് കിട്ടി. 25 കോടിയും ചിലവഴിച്ചു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 17 കോടി കിട്ടിയിട്ട് 4,40,00,000 രൂപ DN കുര്യാക്കോസിൻ്റെ വീതിയിരിക്കുക. പിന്നെ അദ്ദേഹം വന്യമൃഗങ്ങളെ നേരിടാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് കാലോചിതമായ മാറ്റം 72-ൽ വന്യജീവി നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ശ്രീമതി ഗാന്ധിയാണ്. ആ നിയമം മാറ്റാൻ വേണ്ടി ജോയിസ് ജോർജ് MP ആയിരുന്നപ്പോൾ പറഞ്ഞു. DN കുര്യാക്കോസ് അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഒന്ന് എൻ്റെ ശ്രദ്ധയിലുള്ളത്, പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ മസാല ദോശ വേണമെന്ന് അദ്ദേഹം നടത്തിയ രേഖയുണ്ട്. അതും വിവരാവകാശ രേഖ വെച്ച് എൻ്റെ കൈവശമുണ്ട്. മസാല ദോശ പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ വേണമെന്ന് പറഞ്ഞ MP ആണ്. അത് മാത്രമല്ല 18 MP കേരളത്തിൽ നിന്ന് പോയതിൽ ഇന്ത്യയിലെ 540 MP 18 MP ഏറ്റവും പ്രഗത്ഭനായ MP എന്ന് പാർലമെൻറ്റ് അംഗീകരിച്ച് സ്വീകരണം വാങ്ങിയ MP ജോയിസ് ജോർജാണ്. അതിനകത്തും തർക്കമില്ല. അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, വന്യജീവി ആക്രമണ കാര്യം. പിന്നെ ഒരു പ്രളയമുണ്ടായി, 2018 പ്രളയമുണ്ടായി. 3,650 കോടി രൂപയുടെ റോഡ് തകർന്നതാണ്. സംസ്ഥാന ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തു. 450 രൂപ ഇവിടെ റേഷനരി തന്നു. ആ അരിയുടെ കാശ് തിരിച്ചു മേടിക്കുന്നതിനെതിരായിട്ട് ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാക്കി കൊടുത്തിട്ട് കോൺഗ്രസിൻ്റെ 18 MP വേണ്ടിയില്ല. ഏറ്റവും കൂടുതൽ റോഡ് പോയത് ഇടുക്കി ജില്ലയിലാണ്. അതിന് വേണ്ടി ഒരു കമായെന്നൊരു അക്ഷം വേണ്ടിയിട്ടില്ല. പിന്നെ ഒരു ജനപ്രതി എന്ന രൂപത്തിൽ പെട്ടിമുടി ദുരന്തമുണ്ടായപ്പോൾ പോയിട്ട് ഞാൻ നിഷേധിക്കുന്നില്ല, അതല്ല വേണ്ടത്. ഒരു പാർലമെൻറ്റ് MP എന്ന് പാർലമെൻറ്റ് മെമ്പർ എന്ന രൂപത്തിൽ ചോദിക്കുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയണം. ആ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി കൊണ്ട് ഇപ്പോൾ ഇവർ പറയുന്നത് 1,260 കോടി രൂപയുടെ റോഡ് എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ചാലക്കുടിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. ചാലക്കുടിയിൽ തുടങ്ങി കൊച്ചി മതില റോഡ് ആരംഭിക്കുന്നതാണ്. ചാലക്കുടി മണ്ഡലത്തിലൂടെ, എറണാകുളം മണ്ഡലത്തിലൂടെ, ഇടുക്കി മണ്ഡലത്തിലൂടെ കൂടുന്നു. ആ 1,200 കോടി രൂപ എന്താ? അതിൻ്റെ 40% പണം സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. 1,260 കോടി രൂപ എന്ന് പറഞ്ഞാൽ 460 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് വിഹിതമാണ്. 40% പണം സംസ്ഥാന ഗവൺമെൻറ് വെച്ചിട്ടാണ് വിടുന്നത് ഒരു റോഡ്. പിന്നെ ഇപ്പോൾ നമ്മളിതിന് വരുമ്പോൾ നാളെ നിങ്ങൾ പോകുമ്പോൾ കൈരളിക്കാർ നോക്കിയോ, നമ്മുടെ കുട്ടിക്കാനം മതിൽ റോഡ് പോകുന്നുണ്ട്. അതിനകത്ത് സെക്കൻഡ് ഉദ്ഘാടനത്തിന് വേണ്ടി ജോയിസ് ജോർജിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നാഷണൽ ഹൈവേ ഉൾപ്പെടെ സെക്കൻഡ് റീച്ചിൻ്റെ ഉദ്ഘാടനത്തിൽ വന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ
സെക്കൻഡ് റോഡുകൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഉദ്ഘാടനം നടത്തിയ രണ്ടാം വിഭാഗം നടത്തിയ പൗരനെ പോലെ ഓക്കെ. സെക്കൻഡ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ള ഒരാളാണ് ശരി. ടി എം കുര്യാക്കോസ് എന്ന കാര്യം തർക്കമില്ല. ഓക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഓക്കെ. ഇവിടെ ഈ വരുന്ന ജൂൺ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇടുക്കി പാർലമെൻറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന MP ജോയ്സ് ജോർജ് ആയിരിക്കുമെന്ന് ഇവിടെ നിൽക്കുന്ന ജനങ്ങളെ കണ്ടാലറിയാം. Right. അതിന് ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ശരി.